പതിവ് പോലെ തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്നൊരു തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള അയണിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ റെഡി ആയിട്ട് വന്നുള്ള പർദ്ദകൾ നമ്മൾ അയൺ ചെയ്തിട്ട് ഹാങ്ങറിൽ തൂക്കിയിടാണ് ചെയ്യുക. അവിടെ നിന്നാണ് നമ്മളെടുത്ത് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹാൻഡ് വർക്ക് കഴിഞ്ഞ് വന്ന ഒരു കഫ്താൻ അബായാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് നിദ ഫാബ്രിക്കിലുള്ള സ്ലീവിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു കഫ്താൻ അബായാണ്. അതാണിപ്പോൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അയണിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഹാങ്കറിൽ തൂക്കിയിടും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പർദ്ദകൾ പാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി അങ്ങനെ പാക്കിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അയണിങ് കഴിഞ്ഞ് വരുന്ന എല്ലാ പീസുകളും ഇതുപോലെ ഹാങ്ങറിലായിരിക്കും കിടക്കുക. അതിനുശേഷം നമ്മൾ റെഡിയായ പീസുകൾ നമ്മുടെ ഫോണിൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഫോട്ടോ കണ്ടില്ലേ, ഈ സാധനമാണ് നമുക്ക് കസ്റ്റമർ ഓർഡർ തന്നിരിക്കുന്നത്. അത് ഏത് ഫാബ്രിക്കിലാണ്, ഏത് കളറിലാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവർ തന്നിരിക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റിലാണോ റെഡിയായി വന്നിട്ടുള്ളത് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ആദ്യം ക്ലോത്ത്, പിന്നെ അതിൻ്റെ വർക്ക്, കാര്യങ്ങൾ, കട്ടിങ് എല്ലാം കറക്റ്റാണോ നോക്കും. അളവ് കൃത്യമായിട്ട് കസ്റ്റമർ പറഞ്ഞ അളവ് തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അതെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് ഏകദേശം അത് തന്നെയാണ് പീസ് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് നമ്മളത് പാക്കിങ്ങിന് എടുക്കുകയുള്ളൂ കേട്ടോ. അത് കാരണം നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മിസ്റ്റേക്കും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് എടുക്കാറുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു ചെക്കിംഗ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ പീസ് തന്നെയാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒന്ന് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതിൻ്റെ നൂലൊക്കെ പൊങ്ങിയിരിക്കണം, ഒന്ന് കട്ട് ചെയ്യണം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഭംഗിയായിട്ട് മടക്കിയെടുത്ത് പാക്കിംഗ് കവറിലോട്ട് വെക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി. ഇപ്പോൾ ഇതൊരു കസ്റ്റമർ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയൊരു അബായാണ്. പ്ലെയിൻ അബായാണ് കേട്ടോ. CY ഫാബ്രിക്കാണ്. സ്ലീവ് ഒരു ബ്ലാക്ക് കളറ് CYയിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ടൈപ്പാണ്. നമ്മൾ ജസ്റ്റ് ഇത് ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഇന്നർ ബനിയൻ ഇട്ടിരിക്കുന്ന പോലെ ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് കറക്റ്റ് ചെക്ക് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇത് അഡ്രസ്സ് ഓൾറെഡി നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടാവും. കൊറിയർ കവറിൽ പ്രിൻ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഏത് അഡ്രസ്സാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ അഡ്രസ്സിലേക്ക് ഈ അബായ ആ ഒരു കൊറിയറിലേക്ക് നമ്മൾ കയറ്റി വെക്കും. അങ്ങനെ എല്ലാ പർദ്ദകളും നമ്മൾ എന്ത് ചെയ്യും, താഴെ ഇതുപോലെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളാണ് കേട്ടോ. അതിന് ഇനി നമ്മളെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടാണ് അത് പാക്കിങ് പൂർത്തിയാക്കുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ അബായ നമ്മുടെ യൂണിറ്റിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നത്.